ഹായ്. സനൽകുമാർ ശശിധരൻ ആളുടെ വീഡിയോസൊക്കെ ഒരുപാട് വൈറലൊക്കെ ആയിരുന്നു. മഞ്ജു വാര്യരോട് പ്രണയ അഭ്യർത്ഥന നടത്തി അങ്ങനെ അറസ്റ്റിലായ ഒരു താരമൊക്കെയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആളുടെ ഒരു ഇൻ്റർവ്യൂ ന്യൂസ് 18-ൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ തുടക്കം മുതലുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് കണ്ടു നോക്കി. ഇപ്പോൾ സനൽകുമാർ ശശിധരൻ കയറ്റം എന്ന് പറയുന്ന ഒരു സിനിമ 2019 ഐഫോൺ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. ആദ്യമായിട്ട് അദ്ദേഹമാണ് ഐഫോൺ വെച്ച് ഷൂട്ട് ചെയ്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മഞ്ജുവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിനിമ പൂർത്തിയാകാറായപ്പോൾ നെക്സ്റ്റ് ഒരു സിനിമ കൂടെ മഞ്ജുവുമായി ചെയ്യാം എന്നുള്ള തരത്തിലേക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഞ്ജുവായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. പിന്നെയാണ് അദ്ദേഹം കാണാൻ പോകുന്നത്. ഒരു കോട്ടയത്തൊരു ഉദ്ഘാടന ദിനാഘോഷം എന്തോ വന്നപ്പോഴത്തേക്കും മഞ്ജുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു 2021. അപ്പോഴത്തേക്കും കോട്ടയത്താണ് ഇനോഗ്രേഷൻ നടന്നത്. ആ സമയത്ത് മാനേജർ ബിനീഷ് ചന്ദ്രയും കൂടെ ഉണ്ടായിരുന്നവരും മഞ്ജുവിനെ ഒരു കാറിൽ ബലമായി പിടിച്ചു കയറ്റും പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. ആർക്കും അവിടെ ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി മഞ്ജുവിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം 2022 ആയപ്പോഴത്തേക്കും ഫേസ്ബുക്ക് വഴി മഞ്ജു വാര്യരുടെ പ്രൊഫൈലിൽ നിന്നല്ല, വേറൊരാളുടെ പ്രൊഫൈലിൽ നിന്ന് സനൽകുമാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള സംസാരിക്കുന്നത് അറിഞ്ഞാൽ അവരെ കൊന്നുകളയും, എൻ്റെ മകൾക്കും എനിക്കും ഭീഷണിയാണ്, ആ ഒരു തരത്തിലൊക്കെയാണ് സനൽകുമാർ പറയുന്നത്. മഞ്ജു ഇതുവരെയും പരാതി കൊടുത്തിട്ടില്ല. 2 പ്രാവശ്യം സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു തവണ പാറശാല വെച്ചും ഒരു തവണ ബോംബെയിൽ വെച്ചും ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജു പരാതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. മുമ്പ് തന്നെ വോയിസുകളൊക്കെയും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മഞ്ജുവിൻ്റെ വോയിസ് അല്ല. ഈ കാര്യം സനൽകുമാറിനോട് ചോദിക്കുമ്പോൾ സനൽകുമാർ പറയുന്നത് അത് മഞ്ജു ആണ് സംസാരിക്കുന്നത്, പക്ഷേ ആളെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി സൗണ്ട് മാറ്റി സംസാരിക്കുകയാണെന്ന്. ആദ്യമൊക്കെ എനിക്ക് ഈ വിഷയം കേട്ടപ്പോഴത്തേക്കും ഇയാൾക്ക് വട്ടാണോ എന്നുള്ള ചിന്തയാണ് എനിക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ 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 ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ 2 കേസുകളിലും പറയുന്നത് എന്താ? മഞ്ജുവിനോട് പ്രണയ അഭ്യർത്ഥന നടത്തി അതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെന്ന്. അങ്ങനെ തന്നെയാണ് ന്യൂസുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മഞ്ജുവിനായിട്ട് പ്രണയ അഭ്യർത്ഥന നടത്തി അതിന്റെ പേരിലാണ് വിഷയം കാര്യമൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, മഞ്ജു ഒരു വീട്ടുതടങ്കലിലാണ്, അല്ലെങ്കിൽ മഞ്ജുവിനെ ചുറ്റി ആരോ നിൽക്കുന്നുണ്ട്, അതിൻ്റെ പേരിൽ ഭീഷണിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ മഞ്ജുവിനൊരു ഇങ്ങനെ അല്ല എന്ന് മഞ്ജുവിന് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് പ്രതികരിച്ചിട്ടും കാര്യമില്ല എന്ന് വേറൊരു തരത്തിൽ വേണമെങ്കിൽ നമുക്കും പറയാം. ഇതൊന്നും ആർക്കും പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മളല്ല, മഞ്ജുവിനും എന്താണ് അവർ തമ്മിലുള്ള പ്രശ്നമൊന്നും മഞ്ജുവിനും അറിയാം, ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കും അറിയാം. കാരണം ഇവർ 2019 ഒരു സിനിമ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്നവരെക്കാളും കണ്ടുകൊണ്ടിരിക്കുന്നവരെക്കാളും കൃത്യമായിട്ട് അവർക്ക് 2 പേർക്കും അറിയാം. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിനൊരു പോംവഴി എന്നുള്ളത് ഇവർ തമ്മിൽ അല്ലെങ്കിൽ സംസാരിച്ച് ഇതൊന്ന് തീർക്കുക. അതല്ലാതെ ഇയാൾ തന്നെ ഓരോ പരാതികൾ കൊടുക്കും, ഇതിനൊരു അന്വേഷണം വേണം. ഇയാൾ ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് പോസ്റ്റുകൾ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഇട്ടിട്ടുണ്ട്. ബിനീഷ് ചന്ദ്രൻ എന്ന വ്യക്തിയാണ് മഞ്ജുവിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയിൽ മഞ്ജു ഉണ്ടായിരുന്നു, പിന്നെ WCCയിൽ മഞ്ജു ഉണ്ടായിരുന്നു. മഞ്ജു പിന്നീട് ഇതിൽ നിന്നെല്ലാം പിന്മാറി. ഇതിൻ്റെ പിന്നിലൊക്കെയും മറ്റ് കാര്യങ്ങളൊക്കെയാണ് എന്നൊരു തരത്തിലൊക്കെയാണ് പൊതിഞ്ഞുകൂടി ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ ഒരു വിഷയം ചിന്തിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ചുറ്റിപ്പറ്റി പോകുന്നുണ്ട്. കാരണം നടിയുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ മഞ്ജു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ഇയാൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മഞ്ജുവിനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ചിന്തിച്ചു പോകാം കേട്ടോ. പക്ഷേ
കുറച്ചു നേരം സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ പറയുന്നത് വെറുതെ അല്ലേ, അങ്ങനെ ഒരാൾ സംസാരിക്കും. മഞ്ജു ഇതിനേക്കാളും എന്തൊക്കെയോ വിഷയങ്ങൾ അല്ലെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ മഞ്ജു ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട്. എന്താ അങ്ങനെ മൂടിക്കെട്ടി വെക്കുന്ന ഒരാളല്ല. കാരണം അങ്ങനെ മൂടിക്കെട്ടി വെക്കുന്ന ഒരാളാണെങ്കിൽ ദിലീപുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അവർ വിട്ടുകളഞ്ഞിട്ട് വരുമായിരുന്നില്ല. അവർക്ക് ഇപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, എന്താ സഹോദരനുണ്ട്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യില്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് ഒന്നും അല്ലാതെ പക്ഷേ ഇയാൾ മാത്രം എന്താണ് ഇതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഫാമിലിക്ക് അല്ലെങ്കിൽ ഫാമിലിയുമായി കഴിയുന്ന ഒരാളാണ്. അപ്പോൾ എന്താ വീട്ടുകാരെല്ലാം ഉണ്ട്. അപ്പോൾ ഇവർക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാർ വരും. അപ്പോൾ അവിടെ നിന്നെല്ലാം മാറിയിട്ട് ഇയാൾ മാത്രം എന്തിനാണ് നിൽക്കുന്നത്? ഇയാൾക്ക് ഇനി പ്രണയം ഉണ്ടോ എന്നറിയാനാണോ, അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങൾ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നിൽക്കുന്നതാണ്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം സംസാരിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പോഴും പറയുന്നത് ഇനി പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. കാരണം സംസാരിച്ചാൽ മാത്രമേ എനിക്കറിയാവൂ. മുൻപ് നമ്മൾ തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നു. എന്താ അയാൾ വിവാഹിതനാണ്, പക്ഷെ എന്നിരുന്നാലും ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അത് പ്രണയം മാത്രമാണ് കേട്ടോ. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ 2019 നടന്ന കാര്യം ചിലപ്പോൾ ഒരു പക്ഷേ സെറ്റുകളിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അട്രാക്ഷൻ തോന്നില്ലേ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളോടത്ത് നമുക്കൊരു അട്രാക്ഷൻ തോന്നും. ആ ചില സമയത്ത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അല്ല, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ചിലപ്പോൾ അങ്ങനെ ഒന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ആളുകൾ മാറത്തില്ലേ? ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇയാളെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുമോ? മഞ്ജുവിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കാനായിട്ട് കാണും. പക്ഷെ മഞ്ജു ഒന്നും പറയാതിരിക്കുന്നതാണ്. എല്ലാം ഇയാൾക്ക് മാത്രം അറിയാവുന്നത് പോലെ. ആ ഒരു സംസാരം കേൾക്കുമ്പോഴത്തേക്കാണ് അത് നമുക്ക് വല്ലാതൊരു ഫീൽ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നത് എന്ന് തോന്നിപ്പോകും. ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ നിന്ന് കയറി നോക്കിയായിരുന്നു. ഒരുപാട് പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. ബിനീഷ് ചന്ദ്രനാണ് പരാതി കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ നമ്മുടെ ദൃശ്യം സിനിമയിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, എന്താ ശാന്തി മായാദേവി, അവരും ചേർന്നിട്ടാണ് കേസുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ മഞ്ജു ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മഞ്ജു പരാതി കൊടുത്തിട്ടില്ല. മഞ്ജു ഒരു സ്റ്റേറ്റ്മെൻറ്റും തനിക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എല്ലാം എപ്പോഴും സ്റ്റേഷനിൽ വിളിപ്പിക്കുമ്പോഴത്തേക്കും അവരെന്നോട് പറയുന്നത്, അല്ലെങ്കിൽ എന്നോട് അവർ പറയുന്നത് ഇത് ഒരു ഞാൻ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ മെയിലിലൂടെ ഞാൻ പ്രണയ അഭ്യർത്ഥന നടത്തി ആ ഒരു കേസ് മാത്രമാണ് എടുക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞു പോകുന്നത്. ഇതിൽ എത്ര ശതമാനം ഇത് വിശ്വാസയോഗ്യമാണെന്നുള്ളതിന് ഒരു ഉത്തരവും കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഈ ഒരു വാർത്തകൾ ഒരുപാട് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പേർക്ക് ഒപ്പീനിയൻസ് ഉണ്ട്. കാരണം സനൽകുമാർ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതല്ലാതെ ഇയാൾക്ക് വട്ടാണ്, ഇയാൾക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് എത്രയും ഹോസ്പിറ്റലാക്കണം, ഹാലുസിനേഷനാണ്, ആ ഒരു തരത്തിൽ ചിന്തിക്കുന്നവരൊക്കെയാണ് മിക്കവരും. കാരണം മഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു കാര്യം നമുക്ക് ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് മെയിനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മഞ്ജുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നു പോയോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അറിയത്തുമില്ല. കാരണം ഇയാൾ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെയാണ് തോന്നുന്നത് മഞ്ജു ഇത്തരക്കാരിയാണോ എന്നുള്ള തരത്തിലേക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് തോന്നിപ്പോകാറുണ്ട്. പിന്നെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് വെറുതെ പറയുന്നതോ എന്നൊന്ന് ചിന്തിക്കും. പക്ഷേ ഇതിനൊരു ഉത്തരം കൊടുക്കേണ്ടത് മഞ്ജു തന്നെയാണ്. കാരണം തൻ്റെ കരിയറിന് അല്ലെങ്കിൽ തൻ്റെ സിനിമ തൻ്റെ ലൈഫിൽ എന്തിനാണ് ഈ ഒരാൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് കൈയൊഴിയാം. അതോടെ കഴിഞ്ഞു, ആ ഒരു ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. പിന്നെ ഇയാൾ ഒന്നിനും വരത്തില്ല. പക്ഷേ അയാളുടെ ഒരു സിനിമ റിലീസ് ചെയ്യണം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. കയറ്റം എന്ന് പറയുന്നൊരു സിനിമ. ആ ഒരു സിനിമ അയാൾ ചെയ്ത് പൂർത്തീകരിച്ചതാണ്. അത് അയാൾക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അതൊന്ന് റിലീസായി കിട്ടാനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു സിനിമയാണ്, അയാളുടെ ഒരു ജീവിതമാണ്.
ഇനി അയാൾക്ക് വർക്കുകൾ ചെയ്യാനുണ്ട്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, കാരണം ഇനിയും ഇതിൻ്റെ ബാക്കിൽ വിഷയങ്ങൾ നടന്ന് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ 2019 മുതൽ തുടങ്ങിയത് 2026 നിൽക്കുന്നു. ഇനിയും ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇതൊരു ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്കുന്ന, എന്തെങ്കിലും ഈഗോ ക്ലാഷസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു നിർത്തുക. അല്ലാതെ ഡെയിലി വന്നിരുന്നിട്ട് മഞ്ജുവിന് അങ്ങനെയാണ്, മഞ്ജുവിന് ഇങ്ങനെയാണ്, മഞ്ജുവിന് ഇവിടെ ഭീഷണിയാണ്, ഇവിടെ ഭീഷണിയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെ പറ്റുന്നില്ല, പിന്നെ വോയിസ് ഇടുന്നു. ആ വോയിസ് മഞ്ജുവിൻ്റെ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമ്പോൾ, അപ്പോൾ ഇയാൾ പക്ഷെ പറയുന്നതൊക്കെയും എനിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല സത്യം പറഞ്ഞ്. അത് മഞ്ജുവാണ് സൗണ്ട് മാറ്റിയാണ് സംസാരിക്കുന്നത് എന്നാണ്. നമ്മുടെ മഞ്ജു വാര്യറിൻ്റെ എത്രമാത്രം നമ്മുടെ ഓൺ വോയിസിലൊക്കെയും വീഡിയോ, അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷൻസിന് വരുമ്പോഴൊക്കെയും കേൾക്കാറുള്ളതാണ്. അത് മഞ്ജു ആണെന്ന് അറിയാതെ എനിക്ക് ഇടയ്ക്ക് വെച്ച് തോന്നിയിരുന്നു കേട്ടോ, മഞ്ജുവിൻ്റെ പേരും പറഞ്ഞ് ഇയാൾ ആരെങ്കിലും പറ്റിച്ചതാണോ എന്ന്. സത്യമായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഈ വോയിസ് മാറ്റിയൊക്കെ മഞ്ജു സംസാരിക്കുന്നുണ്ട്, എൻ്റെ മകളുടെ ജീവൻ ഭീഷണിയാണ്. ഇനി അങ്ങനെ ആരെങ്കിലും പറ്റിച്ചതാണോ എന്നറിയില്ല. കാരണം അത് എടുത്തു പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ, മഞ്ജുവിൻ്റെ പ്രൊഫൈലിൽ നിന്നല്ല, മഞ്ജു വേറൊരു പ്രൊഫൈലിൽ നിന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഒരു ഇതായിട്ടിരിക്കുകയാണ്. കാരണം മറ്റാരെങ്കിലും പറ്റിച്ചതാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു ഇയാളിട്ട് വട്ട് കളിപ്പിക്കുന്നതാണോ, ആ ഒരു ചിന്തയും പോകുന്നുണ്ട്. പക്ഷേ ഇയാൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എല്ലാവർക്കും ഈ ഒരുപാട് പരാതികൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കും പരാതി പോയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അവരെടുത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഇയാളെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ ഇയാൾ ഇനി ഈ ഒരു പ്രശ്നം പറയാതെ ഇതെത്രയും വേഗം ഇതൊന്ന് ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്ത് വന്നാലും ഇതൊന്ന് വെച്ചാൽ മഞ്ജുവിന് തന്നെ ഒരു നാണക്കേടാകുന്ന ഒരു തരത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഒരു വിഷയം ഒന്ന് ഒത്തുതീർപ്പായി, അല്ലെങ്കിൽ അതൊന്ന് ക്ലോസ് ആയി കിട്ടിയാൽ മതി എന്നുള്ള തരത്തിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഉള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ.